ഹലോ, ഇന്ന് നമ്മളൊരു ചാറ്റായിട്ടാണ് ആക്കുന്നത്. പാനിപ്പൂരിയാണ് കേട്ടോ ആക്കുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ മുന്നേ ഒന്ന് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. സോ അതിന് കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാറ്റ് പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണോളം മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവാള കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ആ പൊട്ടാറ്റോൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മൾ പാനിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് ഒരു ചെറിയ വെളുത്തുള്ളി, എത്ര ആക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ വളരെ കുറവ് എമൗണ്ടിലാക്കുന്നത്. അതിൽ പച്ചമുളകും ആഡ് ചെയ്യാം, കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്തിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ പാനിപൂരിൻ്റെ തന്നെ നമുക്ക് ഇത് പാനിയാക്കുന്ന പൊടി പൗഡർ കിട്ടും. ഓക്കെ, അപ്പോൾ അതും കൂടി കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് മാച്ചാവും. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും എല്ലാം നോക്കുക. അപ്പോൾ നല്ലൊരു ചട്പട്ട ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു പുളിപ്പും ഇതൊക്കെ ചേർന്ന്. പിന്നെ ഇതുപോലെ റെഡിമെയ്ഡ് പൂരി മേടിക്കാൻ കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് പൂരി പപ്പടം പോലെ ഇത് കിട്ടും. അത് നമ്മൾ വറുത്തെടുത്താലും മതി. ഓക്കെ, ഇതിപ്പോൾ റെഡിമെയ്ഡ് പൂരിയാണ്. ഇതിങ്ങനെ നമുക്ക് തമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് ഇട്ടിട്ട് നമ്മൾ അതിനകത്തേക്കാണ് ഈ പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പം ആവശ്യത്തിന് എത്രയാണ് വെച്ചാൽ കുറച്ച് നല്ലോണം പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പാനിപൂരി റെഡിയാണ്. ശരിക്കും സ്ട്രീറ്റ് സ്റ്റൈലാണ്. ഒത്തിരി ടേസ്റ്റിയാണ് കേട്ടോ, ഹൈജീനിക്കുമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടാമെന്ന് അറിയിക്കണേ. താങ്ക് യു, ബൈ.